ഹായ് എവരിവൺ, വെൽക്കം ടു ബയോക്ലാസ്. HSA നാച്ചുറൽ സയൻസിന്റെ സിലബസിൽ നമ്മുടെ ബയോളജിയിൽ മൊഡ്യൂൾ 6 സപുഷ്പികളുടെ ബാഹ്യ ആന്തരിക ഘടനകളൊക്കെ പഠിക്കാനുണ്ട്. അതില് ബാഹ്യഘടനയിലെ പ്ലാസന്റേഷൻ അഥവാ അണ്ടക്രമീകരണമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. പ്ലാസന്റേഷൻ അഥവാ അണ്ടക്രമീകരണം നമുക്ക് മോർഫോളജി പഠിക്കുമ്പോൾ നന്നായിട്ട് അറിയുന്ന ഒരു പേരാണ് ഇത്, പ്ലാസന്റേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതെന്താണ്? നമ്മളൊരു സസ്യം എടുത്തു കഴിഞ്ഞാല് ആ സസ്യത്തിന്റെ പൂവ്, അതാണ് അതിന്റെ ലൈംഗികാവയവം എന്ന് പറയുന്നത്. അപ്പൊ ആ പൂവിൽ തന്നെ നമുക്ക് 2 ഭാഗങ്ങൾ കാണാൻ പറ്റും, അല്ലെ? ഏതൊക്കെ ഭാഗങ്ങൾ കാണാൻ പറ്റുന്നത്? ജനിപുടം എന്ന് പറയുന്ന സ്ത്രീ ലൈംഗിക ഭാഗവും അതുപോലെ കേസരപുടം എന്ന് പറയുന്ന പുരുഷ ലൈംഗിക ഭാഗവും കാണാം. അതില് സ്ത്രീ ലൈംഗിക ഭാഗമായിട്ടുള്ള ജനിപുടം, അതിന് നമ്മൾ കാർപ്പൽ എന്നുള്ള രീതിയിൽ കൂടി വിളിക്കാറുണ്ട്, കാർപ്പൽ. അപ്പൊ ഈ ഒരു കാർപ്പൽ അപ്പോ ഈ ഒരു കാർപ്പലിന്റെ പ്രത്യേകത എന്താ? നമുക്കറിയാം, കാർപ്പല് 3 ഭാഗങ്ങളോട് കൂടിയതാണ്, അല്ലെ? ഒന്ന് പരാഗണം നടക്കുന്ന സ്ഥലം, പരാഗണ സ്ഥലം എന്നറിയപ്പെടുന്ന നമ്മുടെ സ്റ്റിഗ്മ എന്ന് പറയുന്ന ഒട്ടിപ്പിടിക്കുന്ന ഒരു ഭാഗവും, പിന്നെ നമ്മൾ ജനിതണ്ട് എന്ന് വിളിക്കും, അല്ലെങ്കിൽ പരാഗനാളം എന്ന് വിളിക്കുന്ന ഭാഗവും, അത് കഴിഞ്ഞിട്ട് അണ്ഡാശയം. ഈ 3 ഭാഗങ്ങൾ ചേർന്നിട്ടാണ് നമ്മളെ കാർപ്പൽ ഉണ്ടാവുന്നത്, അല്ലെ? ഈ കാർപ്പലുമായിട്ടും അതിന്റെ ഉള്ളിലുള്ള അറകളായിട്ടുള്ള ലോക്യൂൾ കാർപ്പലുമായും ലോക്യൂളുകളുമായും ഒക്കെ ബന്ധപ്പെട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ടേം ആണ് പ്ലാസന്റേഷൻ അഥവാ അണ്ടക്രമീകരണം എന്ന് പറയുന്നത്. നമുക്ക് ഒഴിച്ചുകൂടാനാവാത്ത 2 കാര്യങ്ങളാണിത്. ആദ്യം നമുക്ക് നോക്കാം, എന്താണ് അണ്ടക്രമീകരണം. ഒരു പൂവിന്റെ അണ്ഡാശയം എടുക്കുന്നു, അല്ലെ? ഒരു ചെടിയുടെ പൂവിന്റെ അണ്ഡാശയം എടുക്കുമ്പോൾ ആ അണ്ഡാശയത്തിനകത്ത് ഉള്ള പ്ലാസന്റയില് അണ്ടങ്ങൾ എങ്ങനെയാണോ ക്രമീകരിച്ചിരിക്കുന്നത് ആ ക്രമീകരിച്ചിരിക്കുന്ന രീതിയാണ് എന്തെന്ന് വിളിക്കുന്നത്? അണ്ടക്രമീകരണം അഥവാ പ്ലാസന്റേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇത് പറയുന്നതിന് മുന്നേ നമുക്ക് എന്തൊക്കെ പറയാനുണ്ട്? കാർപ്പലിനെ കുറിച്ച് പറയാനുണ്ട്, ലോക്യൂളിനെ കുറിച്ച് പറയാനുണ്ട്. ഒരു പൂവില് ചിലപ്പോ ഒരേ ഒരു കാർപ്പല് മാത്രമേ ഉണ്ടാവൂ. അങ്ങനെയുള്ള പൂവ് അറിയപ്പെടുന്ന പേരാണ് മോണോ കാർപ്പലറി ഫ്ലവർ. ആ ഫ്ലവറിനെ വിളിക്കുന്ന പേരെന്താ? മോണോ കാർപ്പലറി എന്നാണ്. ഇതിൽ മോണോ എന്ന് വെച്ചാൽ എന്താണ്? ഒറ്റ ഒരു കാർപ്പലിന് മാത്രമേ ഉള്ളൂ എന്നാണ് അതിന്റെ അർത്ഥം. അതിന് ഉദാഹരണങ്ങളായിട്ട് ഇവിടെ കുറച്ച് പുഷ്പ കുടുംബങ്ങൾ എഴുതിയിട്ടുണ്ട്, ഫ്ലവർ ഫാമിലീസ്. അതിൽ ഒന്നാണ് ലെഗ്യുമിനോസെ എന്ന് പറയുന്നത്. ലെഗ്യുമിനോസെ വേറൊരു പേര് പറഞ്ഞാൽ നിങ്ങൾക്ക് വേഗം കിട്ടും, ഫാബേഷിയെ, അല്ലെ? എന്താണ്? പയറുവർഗത്തിൽപ്പെട്ട നൈട്രജൻ സ്ഥിരീകരണം നടത്താൻ പറ്റുന്ന സസ്യങ്ങളുടെ കൂട്ടം, അല്ലെ? ലെഗ്യുമിനോസെ എടുത്തു കഴിഞ്ഞാല് അതിലെ പൂവിന്റെ അണ്ഡാശയത്തില് നമുക്ക് ആ പൂവില് നമുക്ക് എന്ത് കാണാൻ പറ്റും? ഒരു പൂവിൽ ഒരു കാർപ്പല് മാത്രമേ ഉള്ളൂ, അത് മോണോ കാർപ്പലറിയാണ്. ഇനി 2 ഉണ്ടെങ്കിലോ, 2 കാർപ്പല് വരുന്നുണ്ടെങ്കിലോ, അതാണ് ബൈ കാർപ്പലറി എന്ന് പറയുന്നത്. ബൈ കാർപ്പലറിക്ക് ഉദാഹരണമായിട്ട് പറയുന്നത് ക്രൂസിഫെറേ ആണ്. ക്രൂസിഫെറേ വേറൊരു പേര് ബ്രാസിക്കേസിയ എന്നാണ്, കടുകിന്റെ കുടുംബം, അല്ലെ? ക്രൂസിഫെറയിൽ കടുക്, കോളിഫ്ലവർ, ക്യാബേജ് ഒക്കെ ഉൾപ്പെടുന്ന കുടുംബമാണ് ക്രൂസിഫെറ എന്ന് പറയുന്നത്. അതുപോലെ 3 കാർപ്പൽസ് വരുന്നതുണ്ട്. 3 കാർപ്പല് വരുന്നത് ട്രൈ കാർപ്പലറി എന്നാണ് ആ പൂവ് അറിയപ്പെടുന്നത്. അത് വരുന്ന കുടുംബം ഏതാണ്? കുക്കുർബിറ്റേസിയെ. കുക്കുർബിറ്റേസിയെ നമുക്ക് അറിയാലോ, അല്ലെ? വെള്ളരിക്കയും സലഡ് വെള്ളരിയായിട്ടുള്ള കക്കിരിയൊക്കെ ഉൾപ്പെടുന്ന കുക്കുർബിറ്റേസിയെ എന്ന് പറയുന്ന ഫാമിലി. അതുപോലെ 5 കാർപ്പല്ലുകൾ വരുന്നത്, പെന്റാ കാർപ്പലറി ആയിട്ട് വരുന്നത് മാൽവേസിയെ ഫാമിലിയാണ്, നമ്മുടെ ചെമ്പരത്തി കുടുംബം, മാൽവേസിയെ ഫാമിലി. ഇതൊക്കെയാണ് കാർപ്പല്ലുകളുടെ എണ്ണത്തിനനുസരിച്ചുള്ള പൂക്കള്. അതുപോലെ അത് ഏത് കുടുംബത്തിലാണ് പെടുന്നത് എന്നുള്ളതിനൊരു എക്സാമ്പിൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് അണ്ടക്രമീകരണം പഠിക്കണമെങ്കിൽ നമ്മൾ കാർപ്പലുകളെ കുറിച്ച് ഒരു ധാരണ വേണം, ലോക്യൂളുകളെ കുറിച്ച് ഒരു ധാരണ വേണം. ബയോക്ലാസ്സിലെ HSA നാച്ചുറൽ സയൻസിന് വേണ്ടിയുള്ള ഓൺലൈൻ കോഴ്സ് അവൈലബിൾ ആണ്. മാത്രമല്ല മലയാളത്തിലാണ് നമുക്ക് എക്സാം എഴുതേണ്ടത്. മലയാളത്തിൽ തന്നെയുള്ള റാങ്ക് ഫയലും അവൈലബിൾ ആണ്. മാത്രമല്ല ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് +1, +2 അതുപോലെ ഡിഗ്രി തലത്തിൽ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള റെക്കോർഡഡ് ക്ലാസ്സസ്,
അതുപോലെ ആഴ്ചയിൽ ഒരിക്കലും ലൈവ് സെഷൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഓരോ 3 ക്ലാസ് കഴിയുമ്പോഴേക്കും ഒരു എക്സാം ഉണ്ടാവും. HSA മോഡലിൽ ഒരു എക്സാം ഉണ്ടാവുകയും അതിന്റെ ബേസിൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നതാണ്. പിന്നെ ഇത്തവണത്തെ HSA എക്സാമിനേഷന് വിവിധ ജില്ലകളിലായിട്ട് പരീക്ഷ എഴുതിയ 62 ഉദ്യോഗാർത്ഥികള് കൈപിടിച്ചുയർത്തിയ ഒന്നാണ് ബയോക്ലാസ് ലേണിംഗ് ആപ്പ്. അപ്പോ ഈ ഒരു ആപ്പിനെ കുറിച്ച് അറിയുവാനും കോഴ്സ് തിരഞ്ഞെടുക്കുവാനും താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഇനി നമ്മൾ പറയുന്നത് ലോക്യൂളുകളെയാണ്, ലോക്യൂളുകളെ കുറിച്ചാണ്. ലോക്യൂളുകളുടെ എണ്ണം എത്ര ലോക്യൂളുകള്? എന്താ ലോക്യൂൾ എന്ന് പറയുന്നത്? അറകളാണ് അല്ലെ. അണ്ടാശയത്തിനകത്ത് ഈ അണ്ടങ്ങൾ അഥവാ ഓവ്യൂളുകള് ക്രമീകരിച്ചിരിക്കുന്നത് ചിലപ്പോൾ വെവ്വേറെ അറകളായിട്ടായിരിക്കും. അപ്പോ ആ അറകളുടെ എണ്ണം അതിനെയാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. അറകളെ വിളിക്കുന്ന പേര് ലോക്യൂളുകൾ എന്നാണ്. അറകളുടെ എണ്ണത്തിനെ വെച്ച് അണ്ടാശയത്തെ നമ്മൾ പല പേരുകളിൽ വിളിക്കും. അത് നമുക്ക് നോക്കാം. ഇപ്പൊ ഒരേ ഒരു ലോക്യൂള് മാത്രമാണുള്ളതെങ്കിൽ ആ ഒരു അണ്ടാശയത്തിന് ഒറ്റ ഒരു അറയുള്ള അണ്ടാശയമാണ് യൂണിലോക്യുലാർ ഓവറി എന്ന് പറയുന്നത്. അണ്ടാശയത്തിൽ നമ്മൾ ഓവറി എന്നല്ല വിളിക്കുന്നത്. അപ്പോ യൂണിലോക്യുലാർ ആയിട്ടുള്ള അണ്ടാശയം അത് കാണുന്നത് 2 ഫാമിലികളിലായിട്ടാണ്. ലെഗ്യുമിനോസെ, കമ്പോസിറ്റെ. കമ്പോസിറ്റ് എന്ന് പറയുന്നത് ആസ്റ്ററേസിയ ഫാമിലിയാണ് കേട്ടോ. അതായത് സൺഫ്ലവർ ഫാമിലി, സൂര്യകാന്തിയുടെയും ജമന്തിയുടെയും ഒക്കെ ഫാമിലി ആയിട്ട് വരുന്നതാണ് കമ്പോസിറ്റെ അഥവാ ആസ്റ്ററേസിയ ഫാമിലി. അതുപോലെ 2 ലോക്യൂളുകൾ, 2 അറകൾ അണ്ടാശയത്തിൽ നമുക്ക് കാണുന്നുണ്ടെങ്കിൽ അത് ബൈലോക്യുലാർ ഓവറി, ബൈലോക്യുലാർ. അപ്പോ അത് 2 ഉദാഹരണങ്ങളിലൂടെ കൊടുത്തിട്ടുണ്ട്. ക്രൂസിഫറെ, വേറൊന്നാണ് സൊളനേസിയ ഫാമിലി. സൊളനേസിയ നമുക്കറിയാം അല്ലെ, പച്ചമുളക്, തക്കാളി കുടുംബമാണ് ഇത് എന്ന് പറയുന്നത് സൊളനേസിയ ഫാമിലി. അതുപോലെ 3 ലോക്യൂളുകൾ വരുന്നതാണ് ലിലിയേസിയ ഫാമിലി. ട്രൈലോക്യുലാർ ആയിട്ട് വരുന്നതാണ് ഇത് ലിലിയേസിയ ഫാമിലി എന്ന് പറയുന്നത്. പിന്നെ ലിലിയേസിയ ഏതാണ്? നമ്മുടെ ഉള്ളി അല്ലെ, ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ വരുന്നതാണ് ലിലിയേസിയ ഫാമിലി എന്ന് പറയുന്നത്. ടെട്രാലോക്യുലാർ, 4 അറകളോട് കൂടിയ അണ്ടാശയം, ടെട്രാലോക്യുലാർ. അങ്ങനെയുള്ള അണ്ടാശയം കാണുന്നത് നമ്മുടെ തുളസിയിലാണ്. തുളസി കുടുംബമാണ് ഇത് ലാമിയേസി എന്ന് പറയുന്നത്. അതുപോലെ പെന്റാലോക്യുലാർ അല്ലെങ്കിൽ നമുക്ക് പോളിലോക്യുലാർ, ഇനി മുതൽ അങ്ങോട്ടെല്ലാം മൾട്ടിലോക്യുലാർ ആണ് അല്ലെ. ഒരുപാട് ലോക്യൂളുകൾ ഉണ്ട്. അതില് 5 അറകളോട് കൂടിയ അണ്ടാശയം കാണുന്നത് ഏതിലായിരിക്കും? അത് നമ്മുടെ മാൽവേസിയാണ്. അണ്ടക്രമീകരണം പഠിക്കാനുള്ള ഒരു കോഡാണിത്. അണ്ടക്രമീകരണവും അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഫാമിലി. ഓക്കെ, എങ്ങനെയാണ് പഠിക്കുന്നത് നോക്കാം. നമുക്ക് ശരിക്കും നമ്മുടെ സിലബസിൽ 3 പ്ലാസന്റേഷൻ ആണ് പഠിക്കാൻ അവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ആക്സിയലും മാർജിനലും ഫ്രീ സെൻട്രലും. ഇത് കൂടാതെ ബേസൽ, സൂപ്പർഫിഷ്യൽ അതുപോലെ പെറൈറ്റൽ പ്ലാസന്റേഷനുകളും കൂടി ഉണ്ട്. നമുക്ക് ജസ്റ്റ് അതിലേക്ക് കൂടി ഒന്ന് പോവാം. അപ്പൊ അതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കോഡാണ് ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഓക്കെ, ഇതൊരു സ്റ്റോറി പോലെയാണ്, ചെറിയൊരു കഥ പോലെയാണ്. മാൽവയും സോളനും ലിലിയും ഈ 3 പേരും എന്ത് ചെയ്യാണ്? ഒരു കമ്പോസ്റ്റ് കുഴി കുത്തിയിട്ടുണ്ട്. ആ കമ്പോസ്റ്റ് കുഴിയിലേക്ക് എന്ത് ചെയ്യണം? മണ്ണിട്ട് കൊടുക്കണം. അപ്പൊ കമ്പോസ്റ്റ് കുഴി ഒഴിച്ച കോടാലിയും കൊണ്ട് അവരിങ്ങനെ നടക്കുകയാണ്. അപ്പൊ മാൽവയും സോളനും ലിലിയും ആക്സ് അല്ലെ, കോടാലിക്ക് നമ്മൾ എന്താ പറയുന്നത്? ആക്സ് ക്യാരി ചെയ്ത് കയ്യിൽ പിടിച്ചോണ്ട് ഇങ്ങനെ പൊക്കി അല്ലെ, ക്യാരി ചെയ്ത് പോയിക്കൊണ്ട് ഫ്രീ ആയി നടക്കുമ്പോൾ അതിന്റെ ലെഗിന്റെ മാർജിനിൽ തട്ടി മുറിഞ്ഞു അല്ലെ. ആക്സിന്റെ ലെഗ്, കോടാലിന്റെ പിടി ഉണ്ടല്ലോ, ആ പിടിന്റെ മാർജിനിൽ തട്ടിയിട്ട് അല്ലെ, ഒരു വശം തട്ടിയിട്ട് മുറിഞ്ഞു, അവര് കാല് മുറിഞ്ഞു, അങ്ങനെ നോക്കിയാൽ മതി. ഓക്കെ, അപ്പൊ ഇത് ഞാൻ ഇങ്ങനെയാ കാണിക്കുന്നത് പറയാം. മാൽവ എന്ന് പറയുന്നത് മാൽവേസിയെ എന്ന് പറയുന്ന കുടുംബമാണ്. മാൽവേസിയെ. സോളനേസിയെ, നിങ്ങൾക്ക് സോളനേസിയെ എന്ന് പഠിച്ചവർ അങ്ങനെ പഠിച്ചാൽ മതി. സോളനേസിയെ. അതുപോലെ ലിലി ഏതാണ്? ലിലിയേസിയെ. ഈ 3 ഫാമിലിയിലും നമുക്ക് കാണാൻ പറ്റുന്ന പ്ലാസന്റേഷൻ ആണ് ആക്സൈൽ പ്ലാസന്റേഷൻ. ആക്സൈൽ അഥവാ ആക്സൈൽ പ്ലാസന്റേഷൻ എന്ന് പറയുന്നത്. അണ്ടക്രമീകരണത്തിന് വിളിക്കുന്ന പേര് ഏതാണ്? ആക്സൈൽ പ്ലാസന്റേഷൻ. അതുപോലെ മറ്റൊന്ന് ക്യാരി എന്ന് പറയുന്നത് കാരിയോഫില്ലേസിയെ എന്ന് പറയുന്ന ഒരു ഫാമിലിയാണ്. കാരിയോഫില്ലേസിയെ എന്ന് പറയുന്ന ഫാമിലി.
അപ്പൊ അതിൽ കാണാൻ പറ്റുന്നതാണ് ഫ്രീ സെൻട്രൽ പ്ലാസന്റേഷൻ. ഏതാണ്? ഫ്രീ സെൻട്രൽ പ്ലാസന്റേഷൻ ആണ് നമുക്ക് കാരിയോഫിലേസി എന്ന് പറയുന്ന ഫാമിലി, ഡയാന്തസ് ഒക്കെ വരുന്ന ഫാമിലിയാണ് അതിൽ കാണുന്നത്. അപ്പൊ അങ്ങനെ അവര് ഫ്രീ ആയിട്ട് നടക്കുമ്പോൾ അതിന്റെ ലെഗ്യുമിനോസെ, ഫാമിലിന്റെ പേരെന്താണ്? ലെഗ്യുമിനോസെ അല്ലെങ്കിൽ ഫാബേഷ്യ എന്ന് പറയുന്ന പയർ കുടുംബമാണ്. അപ്പൊ അതിൽ കാണുന്ന പ്ലാസന്റേഷൻ ഏതാണ്? മാർജിനൽ പ്ലാസന്റേഷൻ ആണ്. മാർജിനൽ പ്ലാസന്റേഷൻ. ഓക്കെ, മാർജിനൽ തട്ടി മുറിഞ്ഞു. അപ്പോ ആര് വരികയാണ്? മരുന്ന് പരത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് കുക്കുവും ക്രൂസിഫറും മരുന്ന് പെരട്ടി കൊടുത്തു. നമ്മൾ സാധാരണ പുരട്ടി കൊടുത്തു എന്നാണ് പറയാ അല്ലെ. ഇവിടെ ചെറിയൊരു കോഡിന്റെ ഭാഗമായിട്ട് ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട്. പെരട്ടി കൊടുത്തു എന്ന് എഴുതിയിട്ടുണ്ട്. നമുക്ക് നോക്കാം. കുക്കു എന്ന് പറയുന്നത് കുക്കുർബിറ്റേസിയെ. ഏതാണ്? കുക്കുർബിറ്റേസിയാണ്. കുക്കുംബർ ഫാമിലി, അതാണ് കുക്കു എന്ന് പറയുന്നത്. ക്രൂസിഫർ നിങ്ങൾക്ക് ആ പേരിൽ തന്നെ കിട്ടും. ഏതായിരിക്കും? ബ്രാസിക്കേസിയ ഫാമിലി അഥവാ ക്രൂസിഫെറെ എന്ന് പറയുന്ന ഫാമിലി. ഏതാണ്? ക്രൂസിഫെറെ. ക്രൂസിഫെറെ എന്ന് പറയുന്ന ഫാമിലി. പെരട്ടി കൊടുക്കുക വെച്ചാല് പറൈറ്റൽ പ്ലാസന്റേഷൻ ആണ്. ഏതാണ്? പറൈറ്റൽ പ്ലാസന്റേഷൻ. ഓക്കെ, പറൈറ്റൽ എന്ന് പറയുന്ന പ്ലാസന്റേഷൻ. പിന്നെ അവർ എന്ത് ചെയ്തു? കമ്പോസ്റ്റിന്റെ ബേസിൽ അല്ലെ, കമ്പോസ്റ്റ് കുഴി കുത്തിയിട്ടുണ്ട്. അതിന്റെ ബേസ് എന്ന് വെച്ചാൽ എന്താ? അതിലേക്ക് എന്തിടണം? അവര് മണ്ണിടണം അല്ലെ. എങ്ങനെയുള്ള മണ്ണാ ഇടുന്നത്? നിംഫുകൾ അടങ്ങിയ മണ്ണ് അല്ലെ. നിംഫുകൾ എന്ന് വെച്ചാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ, ലാർവകളും നിംഫുകളും. ഇപ്പൊ നമുക്ക് പൂമ്പാറ്റക്കൊക്കെ എന്താണ് ഉണ്ടാവുന്നത്? ലാർവകളാണ്, പുഴു രൂപത്തിലാണ് അതിന്റെ യങ് വൺസിനെ അല്ലെ, അതിന്റെ ശിശുക്കളെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. അതേ സമയത്ത് നമ്മള് പിന്നെ പാറ്റ എടുക്കുകയാണെങ്കിലോ, പാറ്റേന്റെ കേസിൽ എന്താണ്? പാറ്റേന്റെ കേസിൽ അതിന്റെ അല്ലെ കുഞ്ഞു എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ തന്നെ ഒരു മിനിയേച്ചർ ഫോം ആണ്, ഒരു ചെറിയ രൂപമാണ് അല്ലെ. മുട്ട വിരിഞ്ഞാല് അതിലുണ്ടാവുന്നത് എന്തല്ല? പുഴുക്കളല്ല ഉണ്ടാവുന്നത്, പകരം എന്താണ്? അതിന്റെ തന്നെ ഒരു ചെറിയ രൂപമാണ്. അതിനെയാണ് നമ്മൾ നിംഫ് എന്നുള്ള രീതിയിൽ പറയുന്നത് അല്ലെ. അപ്പൊ നമുക്ക് ആ രീതിയിൽ എടുക്കാം. നമ്മൾ ആ മണ്ണിൽ കുറെ തരം ജീവികൾ ഉണ്ടാവല്ലോ, പ്രാണികൾ അല്ലെ, നിംഫുകള്. ആ നിംഫുകൾ അടങ്ങിയ മണ്ണ് വളരെ സൂപ്പറായിട്ട് അവരെ മുറിവുകളുടെ മരുന്നെല്ലാം പരത്തി കൊടുത്തു. വളരെ ആക്റ്റീവായിട്ട് അവരത് മണ്ണ് ഇട്ടിട്ട് കമ്പോസ്റ്റ് വഴി നികത്തുകയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം കമ്പോസ്റ്റിന്റെ എന്ന് പറയുന്നത് ഫാമിലി നെയിം എന്താണ്? കമ്പോസിറ്റെ, ആസ്റ്ററേസിയ ഫാമിലി, സൺഫ്ലവർ ഫാമിലി. ബേസിൽ എന്ന് പറയുന്നത് പ്ലാസന്റേഷന്റെ പേരാണ്. ബേസൽ പ്ലാസന്റേഷൻ. എന്ത് പ്ലാസന്റേഷൻ? ബേസൽ. നിംഫുകൾ അടങ്ങിയത് എന്ന് പറയുന്നത് നിംഫേസിയെ. എന്താണ്? നിംഫേസിയെ. വാട്ടർ ലിലി ഫാമിലി, ആമ്പൽ കുടുംബം അല്ലെ, നിംഫേസിയെ. അപ്പൊ അതില് സൂപ്പറായി എന്ന് വെച്ചാല് സൂപ്പർഫിഷ്യൽ അതാണ് കേട്ടോ. സൂപ്പർഫിഷ്യൽ എന്നുള്ളതാണ് ആ പ്ലാസന്റേഷന്റെ പേര്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ കോഡിൽ എന്തൊക്കെ പഠിച്ചു? ആദ്യം പഠിക്കുന്നത് ഫാമിലികളെ പേര്, പിന്നെ അത് ഏത് പ്ലാസന്റേഷനിലാണ് ഉൾപ്പെടുന്നത്. ഇതിന് കൂടുതൽ ഫാമിലികൾ ഉണ്ട്, നിങ്ങൾക്ക് അറിയുന്നത് അനുസരിച്ച് ചേർത്ത് ഇത് കൂട്ടുക. പിന്നെ എന്താ വെച്ചാല് ചില ഫാമിലികൾ എടുത്തു കഴിഞ്ഞാൽ, ഇപ്പം അലോനേസി ഒക്കെ എടുക്കുകയാണെങ്കിൽ മാർജിനലും ബേസൽ പ്ലാസന്റേഷനും ഒക്കെ അതില് ചില പൂക്കള് മാർജിനൽ ആണെങ്കിൽ ചിലത് കാണിക്കുന്നത് ബേസലായിരിക്കും. അങ്ങനെ ഉണ്ട്. നമ്മളത് അങ്ങനെയുള്ളതൊക്കെ ഒഴിവാക്കിയിട്ടാണ് നമ്മൾ ഈ കുറച്ച് എക്സാമ്പിൾസ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഏതൊക്കെയാണ്? മാൽവേസിയെ, സോളനേസിയെ, ലിനിയേസിയെ. ഏത് പ്ലാസന്റേഷൻ? ആക്സിയൽ പ്ലാസന്റേഷൻ. കാരിയോഫിലേസിയെ ഫ്രീ സെൻട്രൽ, ലെഗ്യുമിനോസെ മാർജിനൽ. ഇത് മൂന്നും മാത്രമേ നമുക്ക് ശരിക്കും നമ്മളെ സിലബസ് വെച്ചിട്ട് പഠിക്കണ്ടോ. ബാക്കി ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തിട്ട് നമുക്ക് പോവാം. കുക്കുർബിറ്റേസിയെ, ക്രൂസിഫെറെ, ഇത് രണ്ടും പെറൈറ്റൽ പ്ലാസന്റേഷൻ ആണ്. കമ്പോസിറ്റെ ബേസൽ പ്ലാസന്റേഷൻ, നിംഫേസിയെ സൂപ്പർഫിഷ്യൽ പ്ലാസന്റേഷൻ. ഇനി നമുക്ക് ഈ ഓരോ പ്ലാസന്റേഷനെയും കുറച്ച് വിശദമായിട്ടൊന്ന് നോക്കാം. ഒന്നാമത് നമ്മൾ പഠിക്കുന്നത് ആക്സൈൽ പ്ലാസന്റേഷൻ ആണ്. ആക്സൈൽ എന്ന് പറയുന്ന അണ്ടക്രമീകരണം, മലയാളത്തിൽ നമ്മൾ ആ രീതി തന്നെയാണ് പറയുന്നത് കേട്ടോ. ആക്സൈൽ അണ്ടക്രമീകരണം. അപ്പം ആക്സൈൽ എന്നുള്ള പേരിൽ തന്നെ ഉണ്ട് ആക്സിസുമായിട്ട് ബന്ധപ്പെട്ടത്. ആക്സിസ് എന്ന് വെച്ചാൽ എന്താ? അക്ഷം അല്ലെ. നമ്മുടെ ഭൂമിയുടെ ആക്സിസ് അറിയാലോ, ഭൂമിയുടെ അച്ചുതണ്ട് അല്ലെങ്കിൽ അക്ഷം. അതുപോലെ പൂവിന്റെ അണ്ടാശയത്തിന് അക്ഷം ഉണ്ടാവാം.
അപ്പൊ അത് എങ്ങനെയാണെന്ന് വെച്ചാല്, ഇപ്പൊ ഒന്നിലധികം അറകൾ അണ്ടാശയത്തിനുണ്ടെങ്കിലോ, നമുക്കിപ്പോ വീട്ടിൽ തന്നെ അല്ലെ ഒന്നിലധികം മുറികളുണ്ട് വീട്ടില് അല്ലെ, അങ്ങനെയാണെങ്കിൽ ഒരു മുറിനെ മറ്റൊരു മുറിയിൽ നിന്ന് വേർതിരിച്ചുകൊണ്ടുണ്ടാവും ചുമരുണ്ടാവും അല്ലെ. അപ്പൊ അതുപോലെ തന്നെ വിവിധ തരത്തിലുള്ള ലോക്യൂളുകളെ, അതായത് അറകളെ വേർതിരിച്ചുകൊണ്ട് ഇവിടെ കാണുന്ന ഭിത്തി അറിയപ്പെടുന്ന പേരാണ് സെപ്റ്റം. എന്താണ് അറിയപ്പെടുന്നത്? സെപ്റ്റം എന്ന് പറയും. ഒന്നിനെ നമ്മൾ എന്താ വിളിക്കുന്നത്? സെപ്റ്റം. ഒറ്റ ഒന്നാണെങ്കിൽ അതാണ് സെപ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ ഇതിപ്പോ ഇംഗ്ലീഷിലും കൂടി പറയുന്നത് എന്താണെന്ന് വെച്ചാല്, ഇപ്പൊ പുതിയതായിട്ട് വന്നവർക്ക് എന്തായിരിക്കും ഇംഗ്ലീഷ് ടേംസ് അതിന്റെ മലയാളം എന്താണ് എന്നറിയാനായിരിക്കും താല്പര്യം ഉണ്ടാവുക. അപ്പൊ ഇവിടെ ഇത് സെപ്റ്റം ഇത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്, ആ ഒരു അതിര് എന്നുള്ള രീതിയിലാണ് പറയുന്നത് കേട്ടോ. അപ്പൊ ഒന്നിലധികം ഉണ്ടാവുമ്പോൾ എന്താണ്? സെപ്റ്റകൾ എന്നാണ് നമ്മൾ പറയുന്നത്, സെപ്റ്റകൾ. അപ്പോ ഇങ്ങനെ ഒരു അണ്ടാശയത്തിന് നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒരു അണ്ടാശയത്തിന് ഒന്നിലധികം അറകൾ ഉണ്ടാകുമ്പോൾ അറകളെ വേർതിരിച്ചുകൊണ്ട് സെപ്റ്റകൾ ഉണ്ടാകും. ഈ സെപ്റ്റുകളൊക്കെ മധ്യഭാഗത്ത് കൂടിച്ചേർന്ന് എന്തുണ്ടാവുന്നു? ഒരു അക്ഷം ഉണ്ടാകുന്നു, ഒരു ആക്സിസ് ഉണ്ടാകുന്നു. ഈ അക്ഷത്തിൽ നിന്നാണ് എന്തുണ്ടാവുന്നത്? അണ്ഡങ്ങൾ ഉണ്ടാവുന്നത്. ഓക്കെ, അതായത് അക്ഷത്തോട് ചേർന്നുകൊണ്ടാണ് നമുക്ക് എന്ത് കാണാൻ പറ്റുന്നത്? അണ്ഡങ്ങളെ കാണാൻ പറ്റുന്നത്. അത്തരത്തിലുള്ള അണ്ഡക്രമീകരണം അറിയപ്പെടുന്നത് ആക്സൈൽ അണ്ഡക്രമീകരണം എന്നാണ്, അല്ലെങ്കിൽ ആക്സൈൽ പ്ലാസന്റേഷൻ. നമുക്ക് ഇതിന് കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം. ഒന്ന്, നമ്മുടെ ചെമ്പരത്തി എടുത്തു കഴിഞ്ഞാൽ ഇത് തന്നെയാണ്, ആക്സിയൽ പ്ലാസന്റേഷൻ ആണ് നമുക്ക് കാണുന്നത്. നാൽവേസിയെ കുടുംബത്തിൽ വരുന്നത് ഒന്ന് ഹിബിസ്കസ് റോസ സൈനൻസിസ് എന്ന് പറയുന്നത് നമ്മുടെ ചെമ്പരത്തി. അതുപോലെ എന്താണ്? കുറുന്തോട്ടി അല്ലെ, കേട്ടിട്ടുണ്ടാവും, കുറുന്തോട്ടി, സിത, അതുപോലെ വെണ്ട. അപ്പം ഇതൊക്കെ എന്താണ്? നാൽവേസിയ കുടുംബത്തിൽ പെടുന്നതാണ്. ഇതിലൊക്കെ നമുക്ക് ആക്സൈൽ പ്ലാസന്റേഷൻ കാണാം. അതുപോലെ സൊളനേസിയ കുടുംബം അല്ലെ, നമ്മൾ നേരത്തെ പഠിച്ചിട്ടില്ലേ, മാൽവേസിയെ, സൊളനേസിയെ, ലിലിയേസിയെ. അതില് സൊളനേസിയ കുടുംബത്തിലാണ് സൊളാനം ട്യൂബറോസം. എന്ന് വെച്ചാൽ എന്താ? ഉരുളക്കിഴങ്ങ് വരും, പച്ചമുളക് വരും. ഡെറ്റുറ എന്താ? ഉമ്മത്തിൻ പൂവ് കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ, ഔഷധ ഗുണമുള്ളതാണ് ഉമ്മത്തിൻ പൂവ് എന്ന് പറയുന്നത്, ഉമ്മത്തിൻ കായ് എന്നൊക്കെ പറയുന്ന ആ ചെടി, അത് ഡെറ്റുറ. അതുപോലെ ലൈക്കോപെർസിക്കം എസ്ക്യുലന്റം, പേര് വലുതാണെങ്കിലും സംഭവം ചെറുതാണ്, നമ്മുടെ അടുക്കളയിലുള്ള തക്കാളി, അതാണ് ലൈക്കോപെർസിക്കം എസ്ക്യുലന്റം അല്ലെ. അതില് എന്തുണ്ട്? ചുവന്ന നിറം കൊടുക്കുന്ന ഒരു എന്തുണ്ട് എന്നുള്ളത് നിങ്ങളതൊന്ന് നോക്കണം കേട്ടോ, നോക്കിയിട്ട് വരിക. അപ്പോ ലിലിയേസിയെ ഫാമിലിയിലാണ് നമ്മളെ ഉള്ളിക്കുടുംബമാണ് ഇത് വരുന്നത്. ഉള്ളി, ശതാവരി, കിഴങ്ങ് അതിന്റെ ഒക്കെ കുടുംബമാണ് ലിലിയേസിയ എന്ന് പറയുന്നത്. അപ്പൊ അതിൽ വരുന്നത് അലിയംസിപ്പ നമ്മുടെ ഉള്ളിയാണ്. അലിയം സറ്റൈവം എന്ന് പറയുന്നത് വെളുത്തുള്ളിയാണ്. ആസ്പരാഗസ് ആണ് നമ്മുടെ ശതാവരി. ഓക്കെ, അതുപോലെ റൂട്ടേസിയ കുടുംബത്തിൽ വരുന്ന നാരങ്ങ മുറിച്ചു നോക്കിയാൽ നമുക്ക് എന്താ കാണാൻ പറ്റുക? ഇതുപോലെ എന്താണ് അല്ലെ, വേറെ അറകൾ ഉണ്ടാവും. ഓരോ നാരങ്ങ അല്ലി എടുത്തു നോക്കിയേ, ഓരോ അറയല്ലേ? അല്ലിയല്ല അല്ലെ, നമ്മൾ അല്ലി അത് പൊളിച്ചിട്ട് എടുക്കുന്നല്ലേ അല്ലെ. നാരങ്ങന്റെ ഓരോന്നും നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് എടുക്കുമ്പോൾ അത് ഓരോന്നും എന്താണ്? ഓരോ ലോക്യൂളാണ് എന്ന് പഠിക്കുക. ഓക്കെ, അപ്പൊ ആ ലോക്യൂളിന്റെ ഉള്ളിൽ ഒരുപാട് അണ്ഡങ്ങളുണ്ട് അല്ലെ. ഓരോ ലോക്യൂളിനെയും വേർതിരിച്ചുകൊണ്ട് സെപ്റ്റകളുണ്ട്. ആ സെപ്റ്റകളൊക്കെ കൂടിച്ചേരുന്ന അച്ചുതണ്ട് അഥവാ അക്ഷത്തിനോട് ചേർന്നുകൊണ്ടാണ് നമുക്ക് എന്ത് കാണാൻ വേണ്ടി പറ്റുന്നത്? അണ്ഡങ്ങൾ കാണാൻ പറ്റുന്നത്. അപ്പൊ അതാണ് ആക്സിയൽ പ്ലാസന്റേഷൻ. ഇനി മധ്യഭാഗത്ത് തന്നെയാണ് അണ്ഡം ഉള്ളത്, പക്ഷെ ഇങ്ങനെ ഒരു വേർതിരിവില്ല. ഓക്കെ, ഇങ്ങനെ ഒരു സെപ്റ്റം ഇല്ല. നമ്മളെ പണ്ട് കാലത്തെ പ്രൈമറി ക്ലാസ് റൂമുകൾ അങ്ങനെയാണല്ലോ അല്ലെ, വേർതിരിവൊന്നുമില്ല. ആദ്യം എന്തെടുക്കാം? ക്ലാസ്സുകൾ എടുക്കുന്നുണ്ടാവും. അപ്പൊ അതുപോലെ സെപ്റ്റുകളൊന്നും ഇല്ലെങ്കിലോ, പക്ഷെ മധ്യഭാഗത്ത് തന്നെയാണ് അണ്ഡങ്ങളൊക്കെ സ്ഥിതി ചെയ്യുന്നത്. അതിനൊരു പേരുണ്ട്, അതാണ് ഫ്രീ സെൻട്രൽ പ്ലാസന്റേഷൻ. ഓക്കെ, ഇത് നമ്മൾ സിലബസിൽ കൊടുക്കാത്തതുകൊണ്ട് നമുക്ക് ഈ ഒരു രീതിയിൽ പറയാം. ഫ്രീ സെൻട്രൽ പ്ലാസന്റേഷൻ സിലബസിൽ കൊടുത്തിട്ടുണ്ട്, ഫ്രീ സെൻട്രൽ പ്ലാസന്റേഷൻ എന്ന് പറയുന്നത്. അപ്പോ ഫ്രീ സെൻട്രൽ പ്ലാസന്റേഷൻ എന്ന് പറയുന്നത് എന്താണ്? സെപ്റ്റുകളില്ല, പക്ഷെ
മധ്യഭാഗത്ത് തന്നെയാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? അണ്ഡങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. അതാണ് ഫ്രീ സെൻട്രൽ പ്ലാസന്റേഷൻ എന്ന് പറയുന്നത്. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ ഇത് ഏതൊക്കെ ഫാമിലിയില് കാരിയോഫില്ലേസിയയിൽ കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, കാരിയോഫില്ലേസിയെ കുടുംബത്തില് ഡയാന്തസിന്റെ കുടുംബമാണ് കാരിയോഫില്ലേസി എന്ന് പറയുന്നത്. അതിൽ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ പോർട്ടുലാക്ക എന്ന് വെച്ചാൽ നമ്മളെ 10 മണി ചെടിയാണ്. 10 മണി ചെടിയിൽ നമുക്ക് കാണാൻ പറ്റും. പ്രൈം റോസിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇതിലൊക്കെ നമ്മൾ കാണുന്നത് എന്താണ്? ഫ്രീ സെൻട്രൽ പ്ലാസന്റേഷൻ ആണ്. ഓക്കെ, അപ്പോ ആക്സിയൽ പ്ലാസന്റേഷൻ ആൻഡ് ഫ്രീ സെൻട്രൽ പ്ലാസന്റേഷൻ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് മാർജിനൽ പ്ലാസന്റേഷനെ കുറിച്ചിട്ടാണ്. നമ്മുടെ സിലബസിൽ പറഞ്ഞിരിക്കുന്നത് 3 പ്ലാസന്റേഷൻ ആണ് പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത്. ആക്സൈലും ഫ്രീ സെൻട്രലും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനിയുള്ളത് മാർജിനലിന് ഏകദേശം ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന പെറൈറ്റൽ പ്ലാസന്റേഷൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. നമുക്ക് അത് രണ്ടും ഒന്ന് നോക്കാം. മാർജിനൽ പ്ലാസന്റേഷൻ കാണുന്നത് ലെഗ്യുമിനോസെ എന്ന് പറയുന്ന കുടുംബത്തിലാണ്. ലെഗ്യുമിനോസെ അല്ലെങ്കിൽ ഫാബേഷിയേ ഫാമിലി. അത് പയറുവർഗത്തിൽപ്പെട്ട ചെടികളുടെ കുടുംബമാണ്. ബീൻസ്, അമര, അങ്ങനെയുള്ള പയറുകൾ ഉണ്ടാവല്ലോ. അതുപോലെ പിന്നെ കിലുകിലിക്കാണ് നമ്മളെ ക്രോട്ടൽ ഏരിയ എന്ന് പറയുന്നത്. അതുപോലെ കുറെ ഉണ്ട്. എന്താണ് മൊമോർഡിക്ക എന്ന് പറയുന്നത്. അപ്പം ഇതിന്റെയൊക്കെ ഫാമിലിയാണ് ലെഗ്യുമിനോസെ എന്ന് പറയുന്നത്. ഈ ലെഗ്യുമിനോസെ ഫാമിലിയില് പ്രത്യേകത നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. എന്താണ്? മോണോകാർപ്പല്ലറി ആണ്, മോണോലോക്യുലാർ ആണ്. ഒരേ 2 ആശയം മാത്രമേ ഉള്ളൂ. അതിനൊറ്റ ഒരു അറ മാത്രമേ ഉള്ളൂ. അപ്പൊ അതിലെങ്ങനെയായിരിക്കും ഈ പറഞ്ഞിരിക്കുന്ന അണ്ഡങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം. നമ്മളൊരു പയറെടുക്കുന്നു. ബീൻസോ പയറോ, നമുക്ക് ബീൻസ് എടുക്കാം. ബീൻസ് നമുക്കറിയാം അതെങ്ങനെയാണ് ചേർന്നിരിക്കുന്നത്. 2 പോഡുകൾ അല്ലെ, അതിനെന്താ നമ്മൾ വിളിക്കുന്നത്? പോഡ് എന്നാണ് വിളിക്കുന്നത്. അപ്പൊ 2 പോഡുകൾ കൂടി ചേർന്നുകൊണ്ടാണ് ആ ഒരു ഫ്രൂട്ട് അല്ലെ, ആ ഒരു പഴം ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ആ 2 പോഡുകളുടെയും മാർജിനുകൾ ചേരുന്ന ഭാഗത്തിന് നമ്മൾ സ്യൂച്ചർ എന്നാണ് വിളിക്കുന്നത്. എന്താ വിളിക്കുന്നത്? സ്യൂച്ചർ. വെൻട്രൽ സ്യൂച്ചർ എന്നിവിടെ പറഞ്ഞിട്ടുണ്ട്. വെൻട്രൽ സ്യൂച്ചർ എന്നാണ് സ്യൂച്ചർ. അപ്പോ ഈ മാർജിനുകൾ ചേരുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗത്ത് ആണ് അണ്ഡങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരു അണ്ഡക്രമീകരണമാണ് മാർജിനൽ പ്ലാസന്റേഷൻ എന്ന് പറയുന്നത്. എവിടെയാണ്? മാർജിനുകൾ കൂടിച്ചേരുന്ന ഭാഗത്ത് മാത്രമായിട്ട് അണ്ഡങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നു. നമുക്ക് ഒരു ഭാഗത്ത് അല്ലെ, ഒരു ഭാഗത്ത് മാത്രം അണ്ഡങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ അത് മാർജിനൽ പ്ലാസന്റേഷൻ ആണ്. ഓക്കെ, ഇനി അതിന് ഏകദേശം എതിരായിട്ട് വരുന്ന ഒന്നാണ് പെറൈറ്റൽ പ്ലാസന്റേഷൻ എന്ന് പറയുന്നത്. പെറൈറ്റൽ അണ്ഡക്രമീകരണം. ഇതെന്ന് വെച്ച് കഴിഞ്ഞാല് വശങ്ങളിൽ നിന്ന് തന്നെയായിരിക്കും അണ്ഡങ്ങൾ ഉണ്ടാവുന്നത്. വശങ്ങളിൽ ഉണ്ടായിട്ട് ഏകദേശം മധ്യഭാഗത്ത് ഒക്കെ ക്രമീകരിച്ച പോലെ നമുക്ക് തോന്നും. ശരിക്കും വശങ്ങളിലായിട്ട് ഇരുവശങ്ങളിൽ നിന്നും ഉണ്ടാവുന്നതായിട്ട് കാണാൻ പറ്റുന്ന അണ്ഡങ്ങൾ ഏതിലാണോ ഉള്ളത്, അപ്പൊ അവിടെയാണ് നമ്മൾ എന്ത് തരം അണ്ഡക്രമീകരണം കാണുന്നത്? പെറൈറ്റൽ. അപ്പൊ അതിന്റെ ഉദാഹരണം കുക്കുർബിറ്റേസിയും ക്രൂസിഫെറേ ഫാമിലിയാണ്. കുക്കുർബിറ്റേസിയെ നമുക്കറിയാം അല്ലെ. കുക്കുർബിറ്റേസിയ ഫാമിലിയാണ് എന്ത്? നമ്മുടെ പിന്നെ വെള്ളരി, കക്കിരി, അതിന്റെയൊക്കെ കുടുംബമാണ് കുക്കുർബിറ്റേസിയെ. ക്രൂസിഫെറേ നമുക്കറിയാം ബ്രാസിക്കേസിയ ഫാമിലിയാണ്. ബ്രാസിക്ക നേപ്പസ് എന്ന് പറയുന്നത് നമ്മുടെ കടുകുണ്ട് അല്ലെ, കടുകുണ്ട്, കോളിഫ്ലവർ ഉണ്ട്, ക്യാബേജ് ഉണ്ട്. ഇതിന്റെയൊക്കെ കുടുംബമായിട്ട് വരുന്നതാണ് ക്രൂസിഫെറേ എന്ന് പറയുന്നത്. അപ്പോ ഇവരെയൊക്കെ കാണുന്നത് പെറൈറ്റൽ പ്ലാസന്റേഷൻ ആണ്. അതായത് വശങ്ങളില് അല്ലെ, ആ പിന്നെ അണ്ഡാശയത്തിന്റെ അറയുടെ വശങ്ങളില് അണ്ഡം ക്രമീകരിക്കുന്നത്. ഇരുവശങ്ങളിലുമായിട്ട് നമുക്ക് അണ്ഡം ക്രമീകരിച്ചിരിക്കുന്നതായിട്ട് കാണാം. അതാണ് ഇതിന്റെ പ്രത്യേകത. അടുത്തത് ബേസൽ പ്ലാസന്റേഷൻ ആണ്, അഥവാ ബേസൽ അണ്ഡക്രമീകരണം എന്ന് പറയുന്നത്. ഇത് ഒന്ന് മാത്രമേ പഠിക്കാനുള്ളൂ. നമുക്ക് അണ്ഡാശയത്തിന് ഒറ്റ ഒരു അറ മാത്രമേ ഉണ്ടാവൂ. ഒരേ ഒരു അറയുള്ള, അതായത് യൂണിലോക്കുലാറായ അണ്ഡാശയത്തിന്റെ ഉള്ളില് ഒരേ ഒരു അണ്ഡം മാത്രം. ആ അണ്ഡം എങ്ങനെയാണ് സ്ഥിതി ചെയ്യുന്നത്? അണ്ഡാശയത്തിന്റെ അടിഭാഗത്ത് നിന്ന് വരുന്ന രീതിയിലാണത് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ചിത്രത്തില് നമ്മള് LS അതുപോലെ CS കൊടുക്കുന്നുണ്ട്. LS എന്ന് വെച്ചാൽ എന്താണ്? എങ്ങനെയുള്ള സെക്ഷനാണ്? അതായത് നമ്മളിങ്ങനെ അല്ലെ കുറുകെ നെടുകെയുള്ള ഛേദങ്ങൾ ഉണ്ടല്ലോ. അപ്പൊ അതില് ഇങ്ങനെ വെർട്ടിക്കൽ ആയിട്ട് കട്ട് ചെയ്താല്
LS എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും കാണുന്നത്, ഒറ്റ ഒരു അണ്ടത്തിന് എങ്ങനെയായിരിക്കും കാണുന്നത് എന്നുള്ളതും, അതുപോലെ CS എന്ന് വെച്ചാൽ നമ്മളെ ക്രോസ് സെക്ഷൻ. സാധാരണ രീതിയിൽ നമ്മൾ സെക്ഷൻ എടുക്കൂലേ, ഒരു തണ്ടോ ഒരു വേരോ തന്നു കഴിഞ്ഞാൽ സെക്ഷൻ എടുക്കുമല്ലോ, അപ്പൊ അതിനെയാണ് CS എന്ന് പറയുന്നത്. അപ്പൊ അന്നേരം എങ്ങനെയാണ് ഈ ഒരു അണ്ടം മാത്രം കാണുന്നത്? ഇത് രണ്ടുമാണ് ഇതില് കൊടുത്തിരിക്കുന്നത്. അപ്പൊ യൂണിലോക്കുലാർ ആയ അണ്ടാശയത്തിന്റെ അടിഭാഗത്ത് നിന്ന് ഒരു അണ്ടം മാത്രം ഉണ്ടാവുന്നു. ഇത് ഏതിലാണ് നമ്മൾ കാണുന്നത്? കമ്പോസിറ്റീവ് ഫാമിലിയിലാണ്. കമ്പോസിറ്റീവ് ഫാമിലി, ആസ്റ്ററേസിയ ഫാമിലി എന്നൊക്കെ അറിയപ്പെടുന്ന ഒന്നിനെയാണ്. അപ്പൊ അത് സൂര്യകാന്തി കുടുംബമാണ് അല്ലെ. സൂര്യകാന്തിന്റെ ശാസ്ത്രീയ നാമമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, ഹീലിയാന്തസ് അന്നസ്. എന്താണ്? ഹീലിയാന്തസ് അന്നസ്. അതുപോലെ ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നതാണ് സൂപ്പർഫിഷ്യൽ പ്ലാസന്റേഷൻ എന്ന് പറയുന്നത്. ഏതാണ്? സൂപ്പർഫിഷ്യൽ പ്ലാസന്റേഷൻ. ഇവിടെ ഒരുപാട് കാർപ്പലുകൾ ഉണ്ടാവും, ഒരുപാട് അണ്ടാശയങ്ങൾ ഉണ്ടാവും. ഓരോ അണ്ടാശയം എടുക്കുമ്പം ഒരുപാട് മുറികൾ, അതായത് ലോക്യൂളുകൾ ഉണ്ടാവും. മൾട്ടി കാർപ്പലറി ആണ്, മൾട്ടി ലോക്യുലാർ ആണ്. അപ്പൊ അത് നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ അത് സെക്ഷൻ എടുക്കുമ്പോൾ എങ്ങനെയായിരിക്കും അത് കാണാനുണ്ടാവുക എന്നുള്ളത്. അപ്പൊ വളരെ ഭംഗിയായിരിക്കും. മൊത്തം അണ്ടങ്ങൾ ഇങ്ങനെ തിങ്ങി നിറഞ്ഞിട്ട്, അതായത് എല്ലാ അണ്ടങ്ങളിലും അണ്ടങ്ങൾ ഇങ്ങനെ തിങ്ങി നിറഞ്ഞ ഒരു അണ്ടാശയമായിരിക്കും. ഒന്നിലധികം അണ്ടാശയങ്ങള്, ഒന്നിലധികം മുറികള് ഒക്കെ ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് നിംഫേസിയ കുടുംബത്തിലാണ്. അതില് നിംഫ എന്ന് വെച്ചാൽ നമ്മുടെ ആമ്പലിലൊക്കെ കാണുന്നത് ഏതാണ്? സൂപ്പർഫിഷ്യൽ പ്ലാസന്റേഷൻ ആണ് അല്ലെ. ബേസൽ എന്ന് പറയുമ്പോൾ എന്താണ്? ഒറ്റ ലോക്യൂളേ ഉള്ളൂ, അതിനുള്ളിൽ ഒറ്റ ഒരു അണ്ടം മാത്രമേ ഉള്ളൂ. സൂപ്പർഫിഷ്യൽ എന്താണ്? ഒരുപാട് ലോക്യൂളുകൾ ഉണ്ട്, അതില് ഒരുപാട് നിറയെ എന്തുണ്ട്? അണ്ടങ്ങൾ കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത് പ്ലാസന്റേഷൻ അഥവാ അണ്ടക്രമീകരണത്തെ കുറിച്ചാണ്. വളരെ ചെറിയൊരു ക്ലാസ് ആണ്, വളരെ കുറച്ച് മാത്രമേ അതിന് നമുക്ക് ഞാൻ പറഞ്ഞ പോലെ 3 ആക്സൈനും ഫ്രീ സെൻട്രലും അതുപോലെ മാർജിനലും മാത്രമേ നമ്മുടെ സിലബസിൽ കൊടുത്തിട്ടുള്ളൂ. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ +1 ടെക്സ്റ്റ് ബുക്കിലും +2ലും ഡിഗ്രി ലെവലിലൊക്കെ നോക്കുവാണെങ്കിൽ നമുക്ക് വേറെ 3 കൂടി പഠിക്കാനുണ്ട് അല്ലെ. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു പോകുന്നത് നന്നായിരിക്കും. അപ്പൊ ആ രീതിയിലാണ് നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നത്? ക്ലാസ് വന്നിരിക്കുന്നത്. മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. സ്റ്റേ ട്യൂൺഡ്.